എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വുളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോട്ടിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബോട്ടിൽ എവിടെ നിന്നാണ് കിട്ടുന്ന കുറേ പേര് ചോദിച്ചു. അതിപ്പോ എന്താ പറയാ, യൂസ് ചെയ്യുന്നവർ വീട്ടിലുണ്ടാവും. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്കും പിന്നെ യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഫെവിക്കോൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വുളൻ ത്രെഡ് പതുക്കെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ആ കർവ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും അപ്ലൈ ചെയ്തില്ലെങ്കിലും ആ വളവ് വരുന്ന ഭാഗത്തെങ്കിലും മുഴുവനായിട്ട് നമ്മൾ ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. കാരണം അവിടുന്ന് ഈ വുളൻ ത്രെഡ് പെട്ടെന്ന് തന്നെ വിട്ടു പോരാനുള്ള, അല്ലെങ്കിൽ അത് നമ്മൾ ചുറ്റി ചെയ്ത് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ യെല്ലോ കളർ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് വുളൻ ത്രെഡ് ചുറ്റിയെടുക്കാം. കുറച്ചൊരു ക്ഷമയൊക്കെ വേണം ഇതൊന്ന് ചുറ്റിയെടുക്കാനായിട്ട്. പക്ഷേ വളരെ സിമ്പിൾ ആണ്, ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് വുളൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മൾ ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ യെല്ലോ കളറിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലവർ കട്ട് ചെയ്യുന്ന വീഡിയോ മെത്തേഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനതുകൊണ്ട് വീണ്ടും ഇതിൽ പറയുന്നില്ല. അപ്പം ഇതേപോലെ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും നമ്മുടെ ബ്ലാക്ക് വുളൻ ത്രെഡ് തന്നെ അതിന്റെ ചുറ്റും ഫ്രെയിം പോലെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. പക്ഷെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിങ്ങനെ ഷോ പീസ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന
നല്ലൊരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെയിന്റ് ഒന്നും വേണ്ട. വുളൻ ത്രെഡ് ആണെങ്കിൽ 10 രൂപയുള്ള ഒരു കെട്ടിന്. അപ്പൊ എല്ലാവരും വാങ്ങി ഇഷ്ടപ്പെട്ട കളറൊക്കെ വാങ്ങി ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ അതുമുള്ള ഡെക്കറേഷൻസ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ഓരോന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പൊ ആരും വിഷമൊന്നും വിചാരിക്കരുത്. എല്ലാവരും പറഞ്ഞ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ അതെന്റെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓപ്ഷൻസ് വരുന്നതിൽ ഓൾ എന്ന് പറഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.